സെബി ചെയർപേഴ്സൺ മാധബി ബുച്ചിനെതിരെ ആരോപണം തുടർന്ന് ഹിൻഡൻബർഗ്. സെബിയുടെ മുഴുവൻ സമയ അംഗമായിരിക്കെയാണ് മാധബി ബുച്ച് കൺസൾട്ടൻസി സ്ഥാപനം മുഖേന പണം കൈപ്പറ്റിയത് എന്ന് ഹിൻഡൻബർഗ് ആരോപിച്ചു. കൺസൾട്ടൻസി സ്ഥാപനത്തിലെ 99% ഓഹരികളും മാധബി ബുച്ചിന്റെ പേരിലെന്നും ഹിൻഡൻബർഗ്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, എന്താണ് ഹിൻഡൻബർഗിന്റെ പുതിയ ആരോപണം? നേരത്തെ ഹിൻഡൻബർഗ് ഉന്നയിച്ച ആരോപണങ്ങളുടെ ഒരു തുടർച്ചയെന്നോണമാണ് പുതിയ ആരോപണങ്ങൾ ഹിൻഡൻബർഗ് ഉന്നയിക്കുന്നത്. മാധബി ബുച്ച് സെബിയുടെ മുഴുവൻ സമയ അംഗം, അതായത് ചെയർപേഴ്സൺ ആകുന്നതിന് മുമ്പ് തന്നെ സെബിയുടെ അംഗമായിരിക്കെ തന്നെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അത് ഈ അംഗമായി തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ കൺസൾട്ടൻസി സ്ഥാപനം വഴി ലിസ്റ്റഡ് കമ്പനീസ്, അതായത് ഓഹരി വിപണിയിൽ ഇടപെടുന്ന, അതായത് സെബി നിയന്ത്രിക്കുന്ന പല കമ്പനികളിൽ നിന്നും പണം വാങ്ങി എന്നതാണ് ആരോപണം. കൺസൾട്ടൻസി ഫീസായാണ് ഈ തരത്തിൽ പൈസ കൈപ്പറ്റിയത്. അതിൽ ചില കമ്പനികളുടെ പേര് കൂടി ഇത്തവണ ഹിൻഡൻബർഗ് പുറത്തേക്ക് വിടുന്നുണ്ട്. ICICI, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, പെഡിലൈറ്റ് അടക്കമുള്ള ചില കമ്പനികളിൽ നിന്ന് ഈ കൺസൾട്ടൻസി സ്ഥാപനം ഫീസ് ഇനത്തിൽ പണം കൈപ്പറ്റി. അതേസമയം ഈ കൈപ്പറ്റിയ തുകയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ നേരത്തെ മാധബി ബുച്ച് പറയാൻ തയ്യാറായിട്ടില്ല. എന്നാൽ നേരത്തെ ഹിൻഡൻബർഗ് ഈ തുകയെ സംബന്ധിച്ച വെളിപ്പെടുത്തലുകളും നടത്തിയിരുന്നു. മാത്രമല്ല, ഈ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ, ഈ ഇടപാടുകളെക്കുറിച്ചൊക്കെ തന്നെ നേരത്തെ സെബിയുടെ അംഗങ്ങളെ അറിയിച്ചിരുന്നു എന്ന് മാധബി പറയുമ്പോൾ അതും നുണയാണ് എന്നാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് ആവർത്തിക്കുന്നത്. ഏതായാലും ഇത്തരം ഒരു ആരോപണം പുതുതായി ഹിൻഡൻബർഗ് മുന്നോട്ട് വെക്കുമ്പോൾ അത് മാധബി ബുച്ചിന് നേരെയുള്ള സമ്മർദ്ദം അത് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. ഏതായാലും പാർലമെന്റ് PACയും ഒരുപക്ഷെ മാധബി ബുച്ചിനെ നേരിട്ട് വിളിപ്പിച്ച് വിശദീകരണം തേടാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്ന ഒരു അവസരത്തിലാണ് കൂടുതൽ ആരോപണങ്ങൾ ഹിൻഡൻബർഗ് കടുപ്പിക്കുന്നതും ശ്രദ്ധേയമാണ്. വേണു, ശരി. മാധബി ബുച്ചിനെതിരെ വീണ്ടും ഹിൻഡൻബർഗ്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.